പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലെ ആശങ്കകൾ ഓരോ ദിവസവും കൂടുകയാണ്. ജീവനക്കാർ വലിയ ആശങ്കയിലാണ്. വിഭജനത്തോടൊപ്പം സോൺ മാറ്റം വന്നതോടെ ജീവനക്കാരെ വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ദക്ഷിണ സോണിന്റെ ഭാഗമായ പാലക്കാട് ഡിവിഷന്റെ ഭാഗങ്ങൾ വേർപെടുത്തി ദക്ഷിണ പശ്ചിമ സോണിന്റെ കീഴിലുള്ള മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ട്രാൻസ്ഫർ, സ്ഥാനക്കയറ്റം തുടങ്ങിയവയെല്ലാം ഇനി പുനഃക്രമീകരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്തോഷ് സർലിംഗ് നമ്മളോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന്. നോക്കാം എന്താണ് ഈ ഡിവിഷൻ വിഭജിക്കപ്പെടുമ്പോൾ ജീവനക്കാരുടെ ആശങ്ക എന്താണ് എന്ന് പരിശോധിക്കാം. ഒപ്പം തന്നെ ഈ ഡിവിഷൻ വിഭജനത്തിന് പുറകിൽ വലിയ രാഷ്ട്രീയ കളിയുണ്ട് എന്ന ആക്ഷേപവുമുണ്ട്, അതും നമുക്ക് പരിശോധിക്കാം. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, ഇപ്പോൾ ഈ മൈസൂരു ഡിവിഷനിലേക്കാണല്ലോ ഇപ്പോൾ മംഗളൂരു മേഖല ചേർത്തിരിക്കുന്നത്. ജീവനക്കാരുടെ മുൻപിൽ ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്ക എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ വലിയ ആശങ്കയാണ് ജീവനക്കാർക്കുള്ളത്. കാരണം നമ്മൾ ഇതുവരെ അറിഞ്ഞത് ഇക്കാര്യത്തിലുള്ള വരുമാന നിരക്കൊക്കെ കുറയും, അപ്പോൾ മുന്നോട്ടുള്ള ഭാവി പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാകും എന്നാണ്. പക്ഷേ ജീവനക്കാർ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഇതൊരു ഡിവിഷൻ മാറ്റമല്ല, അതിനപ്പുറത്തേക്ക് സോൺ മാറ്റമാണ്. ആകെ 17 സോണുകളാണ് ഇന്ത്യയിലുള്ളത് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട്. ഇതിൽ പാലക്കാട് ഡിവിഷൻ വരുന്നത് ദക്ഷിണ സോണിലാണ്. പാലക്കാട്, സേലം, തിരുവനന്തപുരം ഇതൊക്കെ വരുന്നത് ദക്ഷിണ സോണിലാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് മൈസൂർ ഡിവിഷൻ വരുന്നത് അത് ഹുബ്ലി കേന്ദ്രമായ സൗത്ത് വെസ്റ്റേൺ സോണിലാണ്. അപ്പോൾ സോൺ മാറ്റം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി ജീവനക്കാരെ ബാധിക്കും. അതായത് ഒരു ഡിവിഷൻ വിഭജനമാണെങ്കിൽ ഒരു സോണിന് കീഴിലാണ്, അപ്പോൾ മറ്റൊരു ഡിവിഷനിലേക്ക് പോകുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. ജീവനക്കാർ തന്നെ അവരുടെ ആവശ്യാർത്ഥം അത്തരത്തിലൊക്കെ പോകാറുണ്ട്, ട്രാൻസ്ഫറൊക്കെ വാങ്ങിക്കാറുണ്ട്, സ്വന്തം നാടുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സോണുകൾ തമ്മിൽ അത്തരം മാറ്റം സംഭവിക്കാറില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പാലക്കാട് മംഗലാപുരം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈ ഡിവിഷനിൽ നിന്ന് നേരെ നമ്മൾ സൗത്ത് വെസ്റ്റ് സോണിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ആ സോണിലെ ട്രാൻസ്ഫറുകൾ, സ്ഥലം മാറ്റം, അവരുടെ പ്രവൃത്തി പരിചയം, സീനിയോറിറ്റി ഇതൊക്കെ ബാധിച്ച് നേരത്തെ തന്നെ ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ജീവനക്കാർ അങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ജീവനക്കാരുടെ സർവീസുകളാണ്, ഗ്രേഡാണ്, സ്ഥാനക്കയറ്റം, ട്രാൻസ്ഫർ ഇതെല്ലാം ബാധിക്കും. അതായത് ഇപ്പോൾ ഏറ്റവും വളരെ സിമ്പിളായി പറയാൻ പറ്റുന്നത് ട്രാൻസ്ഫർ. കേരളത്തിനുള്ളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള ട്രാൻസ്ഫറൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇനി കേരളത്തിലേ വരാൻ കഴിയില്ല. പൂർണ്ണമായും കർണാടകയ്ക്കുള്ളിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലേക്കോ സ്റ്റേഷനുകളിലേക്കോ തന്നെ നിലനിൽക്കേണ്ടി വരും എന്നതാണ്. ഇനി അടുത്ത ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ പറഞ്ഞിരിക്കുന്ന പ്രകാരം നോൺ ഗസറ്റഡ് സ്റ്റാഫിന് മാത്രമാണ് സോൺ മാറണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത്. അതായത് സൗത്ത് വെസ്റ്റ് സോണിലേക്ക് പോകണോ അല്ലെങ്കിൽ നിലവിലുള്ള ദക്ഷിണ സോണിൽ നിൽക്കണമോ എന്നത് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം മാറ്റും. പക്ഷേ അതിനു മുകളിൽ ഗസറ്റഡ് സ്റ്റാഫിന് അങ്ങനെ ഉണ്ടാവില്ല. അത് കൃത്യമായി ഉത്തരവുണ്ടാകും. ആ ഉത്തരവ് അനുസരിച്ച് മാത്രമായിരിക്കും അവരുടെ നിയമനം. ഇനി ബി ലെവൽ സ്റ്റാഫുകൾക്കും ഇതേ പ്രതിസന്ധിയുണ്ട്. അവരുടെ സീനിയോറിറ്റി പുതിയ സോണിൽ നിലവിലുള്ള അതേ സ്റ്റാഫ് പ്രക്രിയ അനുസരിച്ച്, അതായത് അവരുടെ പോസ്റ്റ് എന്താണോ ആ പോസ്റ്റ് അനുസരിച്ചുള്ള സ്റ്റാഫ് പ്രക്രിയ അനുസരിച്ച് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതായത് ഇവിടെ സ്റ്റാഫുകൾ കുറയും, സ്വാഭാവികമായും പ്രൊമോഷനുകൾ കുറയും. മറ്റൊരു സോണിലേക്ക് മാറുമ്പോൾ അവിടെ നിലവിലുള്ള സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വലിയൊരു ആശങ്ക ജീവനക്കാർക്കിടയിലുണ്ട്, പ്രതിഷേധമുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ അത് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല, കാരണം നമുക്കറിയാമല്ലോ. അപ്പോൾ റെയിൽവേ ഒരു യൂണിയൻ, വളരെ ശക്തമായ യൂണിയനാണ്. പല ലെവലിലുണ്ട്. ലോക്കോ പൈലറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ ലെവലിലൊക്കെ യൂണിയനുകളുണ്ട്. അവരൊക്കെ ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ഇനി ഇതിന്റെ മറ്റൊരു ഭാഗമുണ്ടല്ലോ, ഈ ഡിവിഷൻ വെട്ടിമുറിച്ചതിന്റെ പുറകിലുള്ള ഒരു രാഷ്ട്രീയ കളി കൂടി പറഞ്ഞു പോകണ്ടേ സന്തോഷ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക BJPയുടെ വലിയ ഇടപെടൽ ഇതിന്റെ പുറകിലുണ്ടായെന്നാണ്. അതായത് കർണാടകത്തിലെ വരുമാനം കേരളത്തിലേക്ക് പോകരുത്, അത് കർണാടകത്തിന്റെ റെയിൽവേ സോണിൽ തന്നെ വരണം എന്ന അവരുടെ ആവശ്യമാണ് വളരെ വേഗത്തിൽ പാതിരാത്രിയിൽ ആരും അറിയാതെ ഈ ഡിവിഷൻ വെട്ടിമുറിച്ചതിന്റെ പുറകിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു ഭാഗം. മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസ് വലിയ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നല്ലത് തന്നെ, സമരങ്ങൾ വേണ്ടതാണ്, ആശങ്ക അറിയിക്കേണ്ടതാണ്. പക്ഷേ അവരോട് ചോദിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് സന്തോഷ്. ഈ പാലക്കാട് ഡിവിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെട്ടിമുറിക്കൽ നടന്നത് UPA ഭരണകാലത്താണ്. സന്തോഷിന് ഓർമ്മയുണ്ടാകും, ഈ സേലം ഡിവിഷൻ രൂപീകരിക്കാൻ വേണ്ടി 500-ലധികം കിലോമീറ്ററാണ് പാലക്കാട് ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് ഭരണകാലത്ത് വെട്ടിക്കൊണ്ടുപോയത്. കോയമ്പത്തൂർ ജംഗ്ഷൻ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനും അന്ന് സേലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് ഓർക്കേണ്ടതാണ്.
അതായത് അന്ന് പാർലമെന്റ് 3 ദിവസമാണ് ഇടതുപക്ഷ എംപിമാർ സ്തംഭിപ്പിച്ചത്. അത് അന്ന് പിന്നീട് പാർലമെന്റ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് AKG ഭവനിലെത്തി ജനറൽ സെക്രട്ടറിയായിട്ടൊക്കെ ചർച്ചയൊക്കെ നടത്തുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ കോലാഹലമാണ് അന്ന് സേലം ഡിവിഷനുമായി ബന്ധപ്പെട്ടുണ്ടായത്. അവസാനമാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പാർലമെന്റ് ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. അതിനു മുമ്പൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതും കോൺഗ്രസിൻ്റെ കാലത്താണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഓണനാളുകളിൽ ഉപവസിക്കുമെന്നാണ്. ഇന്നലെ UDF എംപിമാരുടെ ഓൺലൈൻ യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം തീരുമാനം പ്രകാരമാണെങ്കിൽ തിരുവോണ ദിവസം ഈ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നിരാഹാരം ഇരുന്ന് പ്രതിഷേധിക്കുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഈ കാരണം ഇതെന്താണെന്ന് വെച്ചാൽ മറ്റ് പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ്, മറ്റ് മാർഗ്ഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ട് വിചിത്രമായ തള്ളിക്കളയലുകളാണ് കേൾക്കുന്നത്, വിചിത്രമായ ന്യായങ്ങളാണ് കേൾക്കുന്നത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ ഏറ്റെടുത്ത സ്ഥലം 225 ഏക്കർ വെറുതെ കിടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് സമർപ്പിക്കാനോ നടപ്പിലാക്കി എടുക്കാനോ കഴിയുന്നില്ല. അതിന് പിന്നാലെയാണ് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ചത്. ആദ്യം മനു പറഞ്ഞതുപോലെ ഈ ഡിവിഷൻ വെട്ടിമുറിച്ചതിൻ്റെ ന്യായം അതിവിചിത്രമാണ്. കാരണം പ്രാദേശിക വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, സ്റ്റേറ്റ് ബോർഡറുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു റെയിൽവേ ഇന്നേ വരെ ഡിവിഷനോ സോണോ രൂപീകരിച്ചിട്ടില്ല. അത് പ്രാദേശിക വിഭജനത്തിന് മാത്രമേ കാര്യമാവുകയുള്ളൂ. ഇവിടെ സംഭവിച്ചത് കർണാടക എന്ന സ്റ്റേറ്റിൻ്റെ ആവശ്യപ്രകാരം, മഴയാണ്, കർണാടക സ്റ്റേറ്റിൻ്റെ ആവശ്യപ്രകാരം കർണാടകയ്ക്ക് ഉള്ളിൽ നിലനിൽക്കുന്ന രീതിയിൽ ഒരു സോൺ നേരത്തെ കൊണ്ട് ആ സോണിലേക്ക് കർണാടകയ്ക്കുള്ളിലെ എല്ലാ പ്രദേശങ്ങളെയും കൊണ്ടുവരിക എന്നതാണ്. ഇത് ഒരു കാലത്തും റെയിൽവേ ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ അതുപോലും BJP ചെയ്യുന്നു എന്നതാണ്. വെറും 18 കിലോമീറ്റർ മാത്രമാണ് പാലക്കാട് ഡിവിഷനിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. ആ 18 കിലോമീറ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു തലഭാഗമാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ അതിനു വേണ്ടി മാത്രം ഇന്നേ വരെ അങ്ങനെ നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല. റെയിൽവേ മന്ത്രി പോലും ഇക്കാര്യത്തിലൊക്കെ പല ന്യായങ്ങളൊക്കെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ വിഭജനം എന്നിവർ ഇതുവരെ പറഞ്ഞില്ല. സാധാരണ രീതിയിൽ ഡിവിഷൻ പുതുതായി രൂപീകരിക്കുമ്പോൾ വിഭജനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു ഡിവിഷൻ രൂപീകൃതമായിട്ടില്ല, മറ്റൊന്നും സംഭവിച്ചില്ല. വെറും പ്രാദേശികവാദത്തിന് അടിസ്ഥാനത്തിൽ, അതായത് കർണാടകയ്ക്കുള്ളിൽ വരുന്ന ഭാഗങ്ങളെല്ലാം കർണാടക കീഴിലുള്ള ഒരു സോണിലേക്ക് മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷൻ വരുന്നുണ്ട്. ഈ ഡിവിഷൻ ഈ തമിഴ്നാട് ഇതേ ആവശ്യം ഉന്നയിച്ചാൽ ഇനിയിപ്പോൾ ഡൽഹി തന്നെ കേന്ദ്രീകരിച്ച് നമുക്ക് നോക്കാം. ഡൽഹിയിൽ വരുന്ന സോണിന് കീഴിൽ UPയും ഹരിയാനയും അപ്പുറത്ത് നിന്ന് രാജസ്ഥാനും അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് പഞ്ചാബും ഒക്കെ അവരുടെ ഭാഗങ്ങൾ മതി അവർക്കുള്ളിലെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും ഡൽഹി സോണിൻ്റെ അവസ്ഥ? ആ കൂടെ ഒരു 150 കിലോമീറ്റർ മാത്രമല്ലേ ഉള്ളൂ ഡൽഹി. അത് പൂർണ്ണമായും ഡൽഹി സോൺ തന്നെ ഇല്ലാതായി പോയില്ല. അങ്ങനെ ഇത്തരത്തിൽ വിചിത്രമായ അതിർത്തികൾ നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു സോൺ വിഭജനം, ഡിവിഷൻ വിഭജനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ കർണാടകയുടെ പ്രാദേശികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ അവരുടെ മുൻ നിലപാടുകൾ മാറ്റിയിരിക്കുന്നു, ചട്ടങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായൊരവസ്ഥ. ശരി, അത്തരത്തിൽ വളരെ ഗൗരവതരമായ രാഷ്ട്രീയ കളികൾ നടന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഇടപെടലുകളിലേക്ക് റെയിൽവേക്ക് പോകേണ്ടി വന്നത് എന്ന് നമുക്ക് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് നിസ്സംശയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു സന്തോഷ്. നമുക്ക് പിന്നീട് കാണാം. ഏതായാലും അതിൻ്റെ ആശങ്കകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, സമഗ്രമായ വിവരങ്ങളാണ് സന്തോഷ് നമുക്ക് പാലക്കാട് നിന്ന് പറഞ്ഞു നൽകിയത്.